ഹായ്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സബ്ജക്റ്റ് നമുക്ക് ഒരു 50+ അല്ലാത്തവർക്കും ചെയ്യാം. പക്ഷേ 50+ കഴിഞ്ഞവർക്ക് നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫേഷ്യലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ സ്കിന്നൊന്ന് നല്ല ഗ്ലോ ആകാനും ശരിക്കും നമുക്കൊരു നാച്ചുറൽ ഗ്ലോ കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റായ ഒരു ഫേഷ്യലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ കൊണ്ടുവരുന്ന വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രയോജനപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടി മറക്കരുത് പ്ലീസ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ പറയുന്ന നമുക്ക് ഫേഷ്യലിന് വേണ്ട ഇൻഗ്രീഡിയൻസിന് അതിൻ്റെ മെയിൻ താരം നമ്മുടെ ക്യാരറ്റാണ്. ക്യാരറ്റിൻ്റെ അറിയാലോ, ഒത്തിരി വൈറ്റമിൻ എ ഉണ്ട്, ഒരുപാട് ന്യൂട്രീഷൻസ് ഉണ്ട്, അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ക്യാരറ്റ് അല്ലേ. നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് ക്യാരറ്റ്. നമ്മുടെ ഡാർക്ക് സ്പോട്ട് മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ക്യാരറ്റ്. ഞാൻ ഇതിനു മുമ്പ് ക്യാരറ്റ് ഓയിലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ക്യാരറ്റിനെ മിക്സിയിൽ അരയ്ക്കാതെ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞ് നല്ലൊരു ജ്യൂസാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം എന്നാ വേണ്ടത്, നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായ ക്യാരറ്റ് ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഹണി ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ നമ്മുടെ കാച്ചാത്ത പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഫേസിലൊന്ന് ക്ലെൻസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതിന് ക്ലെൻസിങ് ആണ് അല്ലേ. നമുക്ക് ഈ ഉണ്ടാക്കി ഡയലൂട്ട് ചെയ്ത് ഹണിയും ക്യാരറ്റ് ജ്യൂസും പാലും കാച്ചാത്ത പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്നൊരു 2-3 മിനിറ്റ് നമുക്കൊന്ന് മസാജ് ചെയ്ത് മൊത്തം ഒന്ന് ക്ലീനാക്കി നമുക്ക് എടുക്കാം. അതൊരു 3 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഒരു തുണി നനച്ചിട്ടുകൊണ്ട് നമുക്കത് തുടച്ച് മാറ്റിയതിന് ശേഷം സെക്കൻഡ് നമ്മൾ കൊടുക്കേണ്ടത് സ്ക്രബാണ് അല്ലേ. സ്ക്രബിന് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ക്യാരറ്റ് ജ്യൂസ് എടുക്കണം. നമ്മൾ ഫേസിന് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ക്യാരറ്റ് ജ്യൂസ് എടുക്കുക. പിന്നെ അതിൻ്റെ അകത്തോട്ട് ഷുഗർ ഒത്തിരി വലിയ തരിയുള്ള ഷുഗർ എടുക്കല്. ബ്രൗൺ ഷുഗർ വീട്ടിലുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. ഇച്ചിരി തരി കുറഞ്ഞ് ഷുഗർ എടുക്കാം. അല്ലെങ്കിൽ ഷുഗർ ഒത്തിരി തരിയായിട്ട് പെയിൻഫുള്ളായിട്ട് തോന്നുന്നവർക്കാണെങ്കിൽ ഷുഗറിന് പകരം നമുക്ക് റൈസ് ഫ്ലവർ എടുക്കാം. മനസ്സിലായോ? അത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 5 മിനിറ്റെങ്കിലും നമ്മളൊന്ന് ശരിക്കും നല്ലോണം നമ്മുടെ ഫേസിൽ നല്ല ഒത്തിരി ഹാർഡായിട്ട് ചെയ്യരുത്, സ്മൂത്തായിട്ട് നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് ഫേസിലെല്ലാം ഒന്ന് സ്ക്രബ് ചെയ്യാം. ഇത് നമുക്ക് പഞ്ചസാരയുടെ തരി വലുതാണെങ്കിൽ അതിനെ ഒന്ന് ചെറുതാക്കി ഒന്ന് പൊടിക്കണം. അല്ല എങ്കിൽ നമുക്ക് റൈസ് ഫ്ലവർ എടുക്കാം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് നല്ലപോലെ നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് ശരിക്കും നമ്മുടെ ഫേസ് ഒന്ന് നല്ല മസാജ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന സ്ക്രബ് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം അത് തുടച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഫേസ് ഒന്ന് ഇപ്പോൾ നമ്മുടെ ക്ലെൻസിങ് ചെയ്ത് സ്ക്രബും ചെയ്ത് നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുക അല്ലേ. നമുക്ക് അടുത്ത് ചെയ്തേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഫേസിന് ആവശ്യമായ നമ്മുടെ 3rd സ്റ്റെപ്പായ ഒരു ചെറിയൊരു മസാജ് ക്രീം ഉണ്ടാക്കാം. നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് വേണ്ടിയത് നമ്മുടെ ഫേസിന് ആവശ്യമായ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുക്കുക. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ജ്യൂസ് എടുക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ അലോവേര ജെല്ലും കൂടെ ഒഴിച്ച് നല്ലൊരു ക്രീം ബേസാക്കി എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് സ്കിന്നിൻ്റെ മോൾ ഭാഗത്തോട്ട് ഫേസിലും നെറ്റിയിലും എല്ലാം ഒന്ന് ഒരു 5 മിനിറ്റ് ശരിക്കും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസ്.
നല്ല ക്യാരറ്റിൻ്റെ ജ്യൂസും അലോവേര ജെല്ലും ഇത് പറയണ്ടല്ലോ, അലോവേരയും കൂടെ ഇത് രണ്ടും കൂടെ നമുക്ക് യോജിക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് ഫേസിന് കിട്ടും. ഇതൊരു 5 to 6 മിനിറ്റിൽ നമ്മൾ ഒന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മുകളിലോട്ട് ചെയ്യുക. അത് ഓരോ അവയവവും നമ്മളെ ഓരോ കണ്ണിന് താഴെ, മൂക്ക്, ചുണ്ടിന് ചുറ്റും എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നമ്മൾ മസാജ് കൊടുക്കണം. ഈ മസാജ് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചൂട് ഒരു വാം വാട്ടർ കൊണ്ട് നമ്മുടെ ഫേസ് ഒന്ന് തുടച്ചെടുക്കുക. അവസാനം നമുക്ക് കൊടുക്കേണ്ടതാണ് നമ്മുടെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഒരു അവസാനം ഇടുന്ന നമ്മൾ പായ്ക്ക് അല്ലേ. അപ്പം നമ്മൾ അവസാനം കൊടുക്കേണ്ട പായ്ക്ക് ഏതാണെന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് നല്ല ഗ്ലോ കിട്ടുക, നാച്ചുറലായ ഒരു ലുക്ക് കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഈ പായ്ക്ക്. അതിന് വേണ്ടി എന്തെന്ന് വെച്ചാൽ നമുക്ക് 2 ടീസ്പൂൺ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ കടലമാവിൻ്റെ പൊടി എടുക്കുക, 1 ടീസ്പൂൺ റൈസ് ഫ്ലവറും കൂടെ എടുക്കുക. ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട്, നമുക്ക് ഒഴുകി പോകുന്ന രീതിയിലാകരുത്, ഒരു തിക്കായിട്ട് സാധാരണ നമ്മൾ ഫേസ് പാക്കിലൊക്കെ എടുക്കത്തില്ല അതുപോലെ നമ്മുടെ ഫേസിൽ നല്ല കട്ടിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു 15 to 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. അതിന് ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇത് നമുക്ക് എല്ലാവരുടെ വീട്ടിലും ക്യാരറ്റ് ഉണ്ട്. ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീടുകളിലുള്ളതാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. എനിക്ക് കമൻസൊക്കെ ഇടുന്നവർ വളരെ കുറവാണ്. എപ്പോഴെങ്കിലും എനിക്കും ഒരുപാട് പേര് കമൻസ് ഇടുമെന്നും പറഞ്ഞ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്. നിങ്ങളിത് ചെയ്ത് നോക്കണം. ശരിക്കും നല്ലൊരു അമേസിങ് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫേഷ്യലാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ എല്ലാ ഇൻഗ്രീഡിയൻസും. ശരിക്കും നമ്മൾ പാർലറിൽ പോയി ചെയ്തുന്നതിന് സത്യം അതിനേക്കാളും ഗുണവും കിട്ടും. അത് ഒത്തിരി നേരം നമുക്ക് അതിൻ്റെ ഗ്ലോ നിലനിന്ന് പോവുകയും ചെയ്യും. നല്ലൊരു റിസൾട്ട് കിട്ടും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.